ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാം തന്നെ കീ അപ്ഡേറ്റ്സ് ആണ്. ഈ കീ അപ്ഡേറ്റ്സിൽ ആദ്യമായിട്ട് തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഓയിൽ പ്രൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കൺട്രോൾ എടുക്കണം. അമേരിക്കയ്ക്ക് അത് സാധ്യമല്ല, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഞങ്ങളുടെ കൺട്രോളിലാണ് ഇപ്പോഴും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ എങ്ങനെ കൺട്രോൾ എടുക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരവും ട്രംപിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ സെൻകോമിന്റെ സൈഡിൽ നിന്നോ ഒരു തരത്തിലുള്ള വ്യക്തതയും ഇതുവരെ വരുത്തിയിട്ടില്ല. അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കൺട്രോൾ ചെയ്യും ഫ്യൂച്ചറിൽ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അത് എങ്ങനെ കൺട്രോൾ ചെയ്യും, എന്താണ് അതിനുവേണ്ടി എടുത്തിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ, ഈ ഇറാന്റെ ഉള്ളിൽ ഇങ്ങനെ തുടരെ ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതിലുപരിയായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കൺട്രോൾ എടുക്കുന്ന തരത്തിൽ ഒരു മൂവ്മെന്റ്സും ഇതുവരെ നടന്നിട്ടില്ല. ഇത് നമ്പർ 1 ഫാക്ട് ആണ്. ഇറാൻ ആണെങ്കിൽ എൻഡ്ലെസ് വാർ, പെർമനന്റ് സ്റ്റോപ്പാണ് നമുക്ക് വേണ്ടത്, അല്ല ഞങ്ങൾക്ക് സീസ് ഫയർ ഒന്നും വേണ്ട എന്നാണ് ഇറാന്റെ നിലപാട്. ഇതിപ്പം പൊതുവില് ഒരു ഗ്ലോബൽ ക്രൈസിസ്, ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു ടെൻഷൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യും, ഈ യുദ്ധം ഇറാൻ പറയുന്നത് പോലെ 6 മാസം തുടർന്നാൽ എന്തായിരിക്കും അവസ്ഥ, ഇതൊക്കെ വല്ലാത്ത രീതിയിൽ അലട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നിലവിലെ ഇതാണ് സിറ്റുവേഷൻ. ഇറാന്റെ ഉള്ളില് പുതിയ സുപ്രീം ലീഡറിനെ തിരഞ്ഞെടുക്കാനുള്ള തിരക്കിലാണ്. ഇറാനിൽ ആയത്തുള്ള മുജ്തബ ഖമനേയി, ആയത്തുള്ള അലി ഖമനേയിയുടെ മകനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ മകൻ ശരിക്കും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ, ആദ്യത്തെ ദിവസത്തെ ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനേയിയെ ബങ്കറിനുള്ളിൽ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ നടത്തിയ അറ്റാക്കിൽ ഇയാൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ ചികിത്സയിലാണെന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊതുവേദികളിലൊന്നും പുള്ളിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നില്ല. പക്ഷേ IRGCയുടെ പൂർണ്ണ പിന്തുണ, മകനെ തന്നെ നിയമിച്ചിരിക്കുകയാണ് ഈ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ. ഇത് ഡു ഓർ ഡൈ ഡിസിഷനാണ്. കാരണം ആ പൊസിഷനിലേക്ക് വരുന്ന ആൾക്ക് ഭീഷണിയുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രിയങ്കരനായ ആയത്തുൽ അലി ഖമനേയിയുടെ മകനായിട്ടുള്ള മുജ്തബ ഖമനേയിയെ ആ പൊസിഷനിലേക്ക് അവരോധിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇസ്രായേലും അമേരിക്കയും അതിൻ്റെതായിട്ടുള്ള വാണിംഗ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അനുവാദമില്ലാണ്ട് നിങ്ങൾ ഒരു ലീഡറിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിക്കണം. എൻ്റെ അടുത്ത് ചോദിക്കാതെ നിങ്ങൾ ലീഡറിനെ മറ്റും തിരഞ്ഞെടുക്കുന്ന പരിപാടി അത് ശരിയല്ല. നമ്മൾ അതിനു വേണ്ടിയിട്ടാണല്ലോ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വമേധയാ അങ്ങനെ തീരുമാനിക്കാൻ പറ്റും? ഇറാൻ ഒരു സോവറൈൻ സ്റ്റേറ്റ് അല്ലേ, അവർക്ക് തീരുമാനിച്ചൂടെ? ഇതുവരെ ട്രംപ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഇറാനെ കീഴടക്കിയില്ലല്ലോ. ഇറാനെ കീഴടക്കിയിട്ട് ഈ ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഈ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് അടുത്ത അറിയിപ്പ് വന്നിട്ടുണ്ട്. അറിയിപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ആയത്തുള്ള കമ്പനിയുടെ സ്ഥലത്ത് നിങ്ങൾ ആരെയും കൊണ്ട് ഇരുത്തണ്ട, അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ വധിക്കും, ഉറപ്പാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ആയത്തുള്ള കമ്പനിയുടെ സുപ്രീം ലീഡർ പൊസിഷനിലേക്ക് IRGC ആരെ കൊണ്ടുവച്ചാലും ഞങ്ങൾ അവരെ തീവ്രവാദിയായിട്ട് കരുതും. അതുകൊണ്ട് തീവ്രവാദികളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഇസ്രായേലിന്റെ IDF ചെയ്യും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഇസ്രായേൽ പറയുന്നത്, നിങ്ങൾ ചുമ്മാ വെറുതെ ഇമാതിരിപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്ത് ഓരോരുത്തരുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക. അതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തു ആവാം, വെറുതെ ഇങ്ങനെ ആൾക്കാരെ കസേരയിൽ ഇരുത്തി കൊല്ലിപ്പിക്കണ്ടല്ലോ. അതാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇറാന്റെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് മസൂദ് പെസസ്ക്യാൻ പ്രസിഡന്റ് കുറച്ച് ഫോർവേഡ് ചിന്താഗതിയുള്ള, അതായത് ഈ യുവാക്കളുടെ ചിന്തയ്ക്ക് ഒത്ത് നിൽക്കുന്നു എന്നുള്ള പ്രതീതിയൊക്കെ കൊടുത്തുകൊണ്ട് IRGC ഭരണകൂടത്തിനെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് IRGC ഭരണകൂടത്തിന്റെ നിലപാടുകളെ ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാലമായിട്ട്, ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ മസൂദ് പെസസ്ക്യാൻ. അതായത് IRGC ഭരണകൂടത്തിൽ പോയി കഴിഞ്ഞാൽ പക്കാ മതവിശ്വാസി, ഈ യുവാക്കളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലിബറലിസ്റ്റ്. ഇങ്ങനെയാണ് പുള്ളിക്കാരന്റെ ഒരു ഇരട്ടത്താപ്പ്, ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. അന്യൻ സിനിമ കണ്ടിട്ടില്ലേ വിക്രമന്റെ, അതേപോലത്തെ ക്യാരക്ടറാണ്. അത്തരത്തിൽ ഏത് മേഖലയിൽ പോയാലും അവിടുത്തെ വ്യക്തിയായിട്ട് മാറാനുള്ള ആ ഒരു മിടുക്കുള്ള വ്യക്തിയാണ് ഈ മസൂദ് പെസസ്ക്യാൻ. അതുകൊണ്ട് ഇയാള് തികഞ്ഞ മതവിശ്വാസിയാണോ, അല്ലെങ്കിൽ ഇയാള് ലിബറലിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഇയാള് പുരോഗമന ചിന്താഗതിയുള്ള ആളാണോ എന്ന് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മുഖമുടിയുള്ള വ്യക്തിയാണ് ഈ മസൂദ് പെസസ്ക്യാൻ. അപ്പൊ മസൂദ് പെസസ്ക്യാൻ IRGCക്കുള്ളിൽ തന്നെ വലിയ സ്വീകാര്യതയില്ല. അതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് പ്രസിഡന്റ് സ്ഥാനത്തിൽ ഇരുന്ന റെയ്സി ഉണ്ടല്ലോ, അത് അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് വരുമ്പോഴത്തേക്കും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട റെയ്സി. അപ്പൊ ഈ റെയ്സിയുടെ ഒരു രൂപം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആയത്തുള്ള ഖമനേയിയുടെ അതേ രൂപമാണ്. അതായത് പുള്ളിക്കാരൻ മതപണ്ഡിതനാണ്. പക്ഷേ മസൂദ് പെസസ്ക്യാൻ അങ്ങനെയല്ല. രണ്ടുപേരുടെയും ലുക്കിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ IRGCക്കുള്ളിൽ മസൂദ് പെസസ്ക്യാന് അത്ര സ്വീകാര്യതയില്ല. മസൂദ് പെസസ്ക്യാന്റെ സ്റ്റേറ്റ്മെന്റുകൾക്കൊന്നും ഒരു വിലയും അവർ കൽപ്പിക്കാറില്ല. മസൂദ് പെസസ്ക്യാൻ വിചാരിച്ചാൽ ഒന്നും നടക്കത്തുമില്ല.
അതുകൊണ്ടാണ് മസൂദ് പെസസ്ക്യാന്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാത്തത്. അപ്പം നിലവില് മസൂദ് പെസസ്ക്യാൻ എന്ത് പറഞ്ഞാലും IRGC അതിനെ മുഖവിലേക്ക് എടുക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കുർദിഷ് റീജിയനിൽപ്പെട്ട ആൾക്കാരെ ഒരിക്കലും ഇറാന്റെ ഉള്ളിലേക്ക് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഞാൻ അയക്കില്ല എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കൺഫ്യൂഷൻ അവിടെ മാറി കിട്ടി. അതുപോലെ അമേരിക്ക ഒരു പ്രത്യേക പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ എൻറിച്ച്ഡ് യുറേനിയം അഥവാ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അവർ രഹസ്യമായിട്ട് എന്തൊക്കെയോ തരത്തിലുള്ള ചില മാർഗങ്ങളിലൂടെ എൻറിച്ച്ഡ് യുറേനിയം എവിടെ ഉണ്ട് എന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ വെനിസുലയിൽ ചെന്ന് നിക്കോളസ് മദ്രാവോനെ രാഖി രാമായണം പൊക്കിക്കൊണ്ട് പോയത്, അതേ മാതൃകയിൽ ഈ എൻറിച്ച്ഡ് യുറേനിയം സീസ് ചെയ്ത് കൊണ്ടുവരാനുള്ള പ്ലാനും അമേരിക്ക ഇടുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. അതുപോലെ ഈ തെഹ്റാന്റെ ഉള്ളില് ഓയിൽ സ്പില്ല് കൊണ്ടുണ്ടായ ഒരു ഫയർ, തീ, അത് ഇതുവരെ കെടുത്താനായിട്ടില്ല. പല സ്ഥലങ്ങളിലും അത് ഇപ്പോഴും കത്തുന്നുണ്ട്. പുകയാണെങ്കിൽ ഇറാന്റെ ഉള്ളിൽ ഇതുവരെ അടങ്ങിയിട്ടില്ല. അത്തരത്തില് വല്ലാത്ത ദുരിതത്തിലാണ് തെഹ്റാൻ എന്ന് പറഞ്ഞ നഗരം. ഈ എൻറിച്ച്ഡ് യുറേനിയം ഇസ്ഫഹാനിലുണ്ട് എന്നാണ് ബലമായ സംശയം. ആ ഇസ്ഫഹാനെ ടാർഗറ്റ് ചെയ്താണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതും. അതും കെയർഫുൾ ആയിട്ടാണ് അവിടെ ആക്രമണം നടത്തുന്നത്. ഇപ്പോഴും അവിടെ ഇസ്ഫഹാനിൽ അത് ആക്സസിബിൾ ആണ്. ശരിക്കും അവിടെ എൻട്രൻസ് ഉണ്ട്, അവിടെ പോവാം വരാം. ആ രീതിയിലാണ് ഇതിന്റെ ആക്രമണങ്ങൾ നടത്തുന്നത്. കാരണം ആ ഏരിയയിൽ ഇവാക്യുവേഷൻ നോട്ടീസ് 2 ദിവസമായിട്ട് ഇസ്രായേൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇസ്ഫഹാനെ ചുറ്റിപ്പറ്റി. ഇസ്ഫഹാന്റെ ഉള്ളിൽ എൻറിച്ച്ഡ് യുറേനിയം സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും IAEAയുടെയും വിലയിരുത്തൽ. അപ്പൊ അതിനനുസരിച്ചാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ 12 ദിവസം ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയ രീതിയിൽ വാഹനങ്ങളുടെ ഒരു റാലി തന്നെ ഉണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പായിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഫൂട്ടേജസ് എല്ലാം പിന്നീട് പുറത്തു വരികയുണ്ടായി. പക്ഷെ ഇത്തവണ അങ്ങനത്തെ സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ഫോഡോ, നറ്റാൻസ് എന്ന് പറഞ്ഞ 2 എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസിലാണ് ഇത്തരത്തില് വാഹനങ്ങൾ നിരനിരയായിട്ട് അണിനിരന്ന് എന്തൊക്കെയോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇസ്ഫഹാൻ ആ ലിസ്റ്റിൽ പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇത്തവണ ഇസ്ഫഹാനിൽ അത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് IAEAയുടെ ചീഫ് ആയിട്ടുള്ള ഗ്രോസി പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഇപ്പം ഇസ്രായേലും അമേരിക്കയും ഇസ്ഫഹാനെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. അതുപോലെ UAEയിൽ തുടർച്ചയായിട്ട് മിസൈലുകൾ വരുന്നുണ്ട്. ഗവൺമെന്റ് അലേർട്ടുകൾ കൊടുക്കുന്നുണ്ട്. മിസൈൽ വരുന്ന സമയത്ത് മിസൈൽ വരുന്നുള്ള മെസ്സേജുകളും, മിസൈൽ വന്ന് ഇന്റർസെപ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഭീഷണി ഇല്ല എന്നുള്ള തരത്തിലുള്ള മെസ്സേജുകളൊക്കെ മൊബൈലുകളിലേക്ക് അധികൃതർ അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ UAEയിലേക്ക് ഭക്ഷണ സാമഗ്രികൾ അതിന്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലുലു പോലത്തെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഫുഡ് ഐറ്റംസ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 80 ടൺ 100 ടൺ അങ്ങനെ ടൺ കണക്കിൽ ഫുഡ് ഐറ്റംസ് UAEയിലേക്ക് ഫ്ലൈറ്റിൽ വരികയാണ്. തീർച്ചയായിട്ടും സാധനങ്ങളൊക്കെ അവൈലബിൾ ആവും. പക്ഷെ അതിന്റെ വില ഉയരും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഈ ഷിപ്മെന്റിൽ കിട്ടുന്നത് പോലെ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ അവൈലബിൾ ആവില്ല. സാധനങ്ങൾ അവൈലബിൾ ആവും വാങ്ങിക്കാൻ, പക്ഷെ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. 100 ദിർഹംസ് മുടക്കുന്ന സ്ഥലത്ത് ഒരു 150 ദിർഹംസ് മുടക്കേണ്ടി വരും. അതാണ് നിലവിലെ UAEയിലെ അന്തരീക്ഷം. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.